ഓള് വെറുതെ ഇരിക്കുന്നില്ല. അടുത്ത യാത്ര പുറപ്പെടാനുള്ള തിരക്കിലാണ്. മഹീന്ദ്രയുടെ അതേ താർവാഹനത്തിൽ തന്നെ ഇത്തവണ ഇറാഖും ഇറാനും അഫ്ഗാനിസ്ഥാനും ചൈനയും കടന്ന് ഇന്ത്യയിലേക്കാണ് ആ യാത്ര. അതിൻ്റെ കൗതുകങ്ങൾ നാജി നൗഷി തന്നെ പറയും. ഞാൻ നാജി നൗഷി. എന്നെയും എൻ്റെ വണ്ടിനെയും അധികം മലയാളിക്കെല്ലാം അറിയാൻ പറ്റും. നമ്മൾ ഫിഫ വേൾഡ് കപ്പിൽ പോയാണ് ഓള്. ഫിഫ കഴിഞ്ഞ ശേഷം ആനന്ദ് മഹീന്ദ്ര വിളിച്ച് അങ്ങനെ മൂപ്പരെ കാണാൻ മുംബൈയിൽ പോയി. അത് കഴിഞ്ഞിട്ട് അവരൊരു ഒഫീഷ്യലായിട്ട് വുമൺ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു 8 മാസം അവരെ കമ്പനി വണ്ടിയിൽ, ഇത് ഞാൻ ദുബായിൽ വെച്ചിട്ടാണ് പോയത്. കഴിഞ്ഞ കൊല്ലം അവരെ വണ്ടിയിൽ ഞാൻ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ കവർ ചെയ്ത് കഴിഞ്ഞ മാസം തിരിച്ച് UAE-ലെത്തി. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഓളയും കൊണ്ട് ഈ KL രജിസ്ട്രേഷൻ വണ്ടിയും കൊണ്ട് ഫിഫക്ക് വന്ന ഈ വണ്ടിയും കൊണ്ട് ബൈ റോഡ് വഴി നമ്മളെ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് വരാൻ പോകണം. GCC, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ്, യൂറേഷ്യ, ഏഷ്യ. മെയിനായിട്ട് ഇതിൽ എടുത്തു പറയേണ്ടത് ഇറാഖ്, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, ചൈന. ഇങ്ങനത്തെ രാജ്യങ്ങൾ കവർ ചെയ്യുന്നു. മെയിനായിട്ട് അഫ്ഗാനിസ്ഥാനും ഇറാഖ് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ വണ്ടിയായിട്ടൊരു ലേഡി ഈ റൂട്ടിലൂടെ ആദ്യമായിട്ടാണ് ഒരു വണ്ടിയും കൊണ്ട് പോകുന്നത്. പ്രാവശ്യം നമ്മൾ ബൈ റോഡ് വഴി ഷിപ്പിലൊന്നും കയറ്റാണ്ട് ഫുള്ളായിട്ട് റോഡ് വഴി. ചില ആൾക്കാർ ഇവിടുന്ന് ഇറാനിലേക്കെല്ലാം ഷിപ്പ് ചെയ്യും. പക്ഷേ ഞാൻ മാക്സിമം റോഡ് തന്നെ എടുത്ത് പോകണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അങ്ങനെ ഞാനും ഓളും ഇന്ന് പുതിയൊരു ട്രിപ്പിന് വേണ്ടി ഇവിടുന്ന് ഇറങ്ങാൻ പോകും. ഓരോ യാത്രയും വ്യത്യസ്തം. അതിപ്പോൾ ഞാനെന്നല്ല, ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് അടുത്തടുത്ത് പോകുന്ന ആൾക്കാർക്കും ഒരു ദിവസം പോയ പോലെയല്ല പിറ്റേ ദിവസം പോവുക. കാരണം ഒരു ലോങ് യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എത്തുന്നു, എന്തെത്തുന്നു, അങ്ങനത്തെ ഒരു വലിയൊരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഇന്നത്തെ ദിവസം ഇന്ന രാജ്യം എത്തുമെന്ന് പറയാൻ കഴിയില്ല. എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അത് വെറുതെ നാട്ടിൽ നിന്ന് ഓടിക്കാണ്ട് ഇങ്ങനെ രാജ്യങ്ങൾ പോയി ഓടിക്കുക എന്നുള്ള ഒരു മനസ്സ് വന്ന സമയത്താണ് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഇറങ്ങിയത്. ഇപ്പം നിലവിൽ എനിക്ക് ബാറ്ററി നമ്മളെ ആമറോൺ ഇന്ത്യ ആണ് ഒരു മെയിനായിട്ടൊരു സ്പോൺസറായിട്ടുള്ളത്. പിന്നെ ഗൾഫ് ഓയിൽ അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നോക്കട്ടെ. ഇതുപോലെ തന്നെ ഓരോരോ കൊല്ലം ഓരോ ട്രാവൽ സീരീസ് മാക്സിമം കൺട്രീസ് ഡ്രൈവ് ചെയ്ത് കാണണം എന്നുള്ളതാണ് മെയിനായിട്ടൊരു ആഗ്രഹം. ശരിക്കും ഇതിൽ 12 രാജ്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഇവിടുന്ന് UAE കഴിഞ്ഞിട്ട് ഒമാൻ, സൗദി, കുവൈത്ത്, ഇറാഖ്, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, അത് കഴിഞ്ഞിട്ട് തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഇന്ത്യ. ഇതാണ് എൻ്റെ റൂട്ട് വരുന്നത്. എന്തായാലും ടൂറിസ്റ്റ് വണ്ടിയാണ്. അത് വലിയൊരു കുഴപ്പമില്ലാണ്ട് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. ഒരിക്കലും ഒരു യാത്രക്കും അങ്ങനെ വേറെ ഒഫീഷ്യലായിട്ടുള്ള കോൺടാക്ട്സും അല്ലെങ്കിൽ അങ്ങനെ അവരെ സപ്പോർട്ടൊന്നുമില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ റൂട്ട് വെച്ച് ട്രാവൽ ചെയ്യുന്നത്. പിന്നെ എവിടെ പോയി നമ്മൾ മലയാളികളുണ്ട്. ഇപ്പം ഫിഫൻ്റെ സമയത്ത് തന്നെ GCCയിൽ കയറിയ മുതൽ എല്ലാ സ്ഥലത്തും, ഖത്തറാണെങ്കിലും UAE ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും സൗദി ആണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളികളില്ലാത്ത ഒരു സ്ഥലം ദുനിയാവിൽ എവിടെ ഇല്ലല്ലോ. അപ്പം അവരെന്നെയാണ് ശരിക്കും എൻ്റെ ഈ ട്രിപ്പിൻ്റെ മെയിൻ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ അവരത് ചോദിക്കാൻ തുടങ്ങി. പിന്നെ സൗദിയിലെപ്പോൾ എത്തുന്നത്, കുവൈത്തിലെപ്പോൾ എത്തുന്നത്, പിന്നെ വിളിക്കുന്നതെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ഫാമിലീസ്, ഒരുപാട് ആളുകൾ ഹെൽപ്പ് ഉണ്ട് ഇപ്പം തന്നെ. ഖത്തറിൽ പോയ സമയത്ത് ഖത്തറികളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ UAE-യിൽ വന്ന എമിറാത്തുകളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെ കുറേ ആളുകളുടെ വീട്ടിൽ, ഇവിടുത്തെ സ്വദേശിയിലെ ആൾക്കാരുടെ വീട്ടിൽ, ഒമാനാണെങ്കിലും കല്യാണത്തിന് കൂടാൻ പറ്റി കഴിഞ്ഞ പ്രാവശ്യം പോയവരും. ഞാൻ ഈ വണ്ടിയിൽ ഫുള്ള് ഒരു വാൻ ലൈഫ് പോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ ആളുകൾ കാരവാനിൽ ട്രാവൽ ചെയ്യുന്ന പോലെ ഒരു ഇന്ത്യൻ മേഡ് മഹീന്ദ്ര താർ ഒരു വീട് പോലെ ആക്കി ട്രാവൽ ചെയ്യലാണ്. അപ്പോൾ ചില സമയത്ത് ഞാൻ ടെൻറ്റ് യൂസ് ചെയ്യും, അല്ലാത്ത സമയത്ത് ഉള്ളിലെ ബെഡ്, പിന്നെ ഫുള്ള് കിച്ചൺ സംഭവമെല്ലാം ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഉമ്മയാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും കുട്ടികളാണെങ്കിലും എനിക്കെന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറേ സ്ഥലങ്ങൾ നമുക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ മറ്റുള്ളവരെ പോലെ ഫ്ലൈറ്റോ പാക്കേജോ ഒന്നും എടുക്കാണ്ട് വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് മാക്സിമം സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ്. ഇതൊരു 3 മാസം എടുക്കും. 12 രാജ്യങ്ങൾ, ഒരു 50,000 കിലോമീറ്ററാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 100 ദിവസം കൊണ്ട് ഇന്ത്യയിൽ, കേരളത്തിലെത്താം. ഇന്ത്യയിൽ മാത്രം എത്തിയാൽ പോരാ, അവിടുന്ന് കേരളത്തിലേക്ക് എത്തണം.